സൈലന്റ് വാലി. സൈലന്റ് വാലി എന്ന പേരിനു പിന്നിലുള്ള പൊരുളും അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ച ചെയ്യുന്നതിനു മുമ്പ് പ്രിയ പ്രേക്ഷകരോട് ഒരു കാര്യം ചോദിക്കട്ടെ. പലരും കരുതി വെച്ചത് സൈലന്റ് വാലി വെറും സൈലന്റ് ആണെന്നാണ്. ശരിക്കും അങ്ങനെ തന്നെയാണോ? ഈ വീഡിയോ പൂർണ്ണമായും കണ്ട് വിലയിരുത്തുമെന്ന് കരുതി തുടങ്ങാം. മാന്യ പ്രേക്ഷകർക്ക് വ്യൂ പോയിന്റ് മലയാളം ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് അട്ടപ്പാടി വനമേഖലയിലുള്ള പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഭൂമിയോളം പഴക്കമുള്ള ഈ നിബിഡ വനം ജൈവ വൈവിധ്യങ്ങളുടെ അപൂർവ കലവറയാണ്. കുന്തിപ്പുഴയുടെയും കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകി തമിഴ്നാട്ടിലെത്തുന്ന ഭവാനി പുഴയുടെയും മറ്റനേകം പോഷക നദികളുടെയും ഭാഗികമായ ഉറവിടവും ഇവിടെ നിന്നാണ്. 1914 മദ്രാസ് സർക്കാർ ഈ പ്രദേശത്തെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചത് മുതലാണ് സൈലന്റ് വാലിയുടെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നതെങ്കിലും 1847 ലോക പ്രശസ്ത സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് വൈറ്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ പ്രദേശത്ത് തമ്പടിച്ച് പ്രത്യേക വനമേഖലയായി നിർണയിച്ചതോടെ സൈലന്റ് വാലി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷം 1975 കാലഘട്ടത്തിൽ കേരള വൈദ്യുതി വകുപ്പ് ഇതിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയിലെ പാത്രക്കടവ് ഭാഗത്ത് അണക്കെട്ട് നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചിരുന്നെങ്കിലും ഹെക്ടർ കണക്കിന് മഴക്കാടുകൾ വെള്ളക്കെട്ടിനടിയിലാകുമെന്ന കാരണത്താൽ പ്രൊഫസർ MK പ്രസാദ്, സുഗതകുമാരി, MV കൃഷ്ണവാര്യർ, VR കൃഷ്ണയ്യർ തുടങ്ങിയ പ്രകൃതിവാദികളുടെ നേതൃത്വത്തിൽ ഉണ്ടായ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് 1984 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഈ പദ്ധതി നിർത്തലാക്കി. അനന്തരം 1979 അന്നത്തെ കാർഷിക വകുപ്പ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ നടത്തിയ സർവേ പ്രകാരം 1980 തന്നെ സൈലന്റ് വാലി ദേശീയോദ്യാനമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും തുടർ നടപടികൾ പൂർത്തിയാക്കി 1985 സെപ്റ്റംബർ 7 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം രാഷ്ട്രത്തിനു സമർപ്പിച്ചു. തുടർന്ന് നീണ്ട പഠനങ്ങൾക്കൊടുവിൽ സൈലന്റ് വാലിയുടെ സസ്യാവരണത്തിന്റെ സവിശേഷതയും മഴക്കാടുകളുടെ പ്രാധാന്യവും മനസ്സിലാക്കിയ ഐക്യരാഷ്ട്ര സംഘടന ലോകത്തിലെ തന്നെ ഏറ്റവും സംരക്ഷണമർഹിക്കുന്ന ജൈവ മേഖലയായ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ മൂലകേന്ദ്രമായി ഈ തായ്വരയെ മാറ്റി 2007 യുനെസ്കോയും അംഗീകരിച്ചു. അതോടെ നമ്മുടെ സൈലന്റ് വാലി ലോക ടൂറിസത്തിൽ സ്ഥാനം പിടിച്ചു. ഇനി നമുക്ക് ഇതിന്റെ പേരിനു പിന്നിലെ പൊരുൾ പരിശോധിക്കാം. പ്രാചീനമായി സൈരന്ത്രി വനം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നുവെന്നും അത് ഇംഗ്ലീഷിലേക്കും സൈലന്റ് വാലി എന്ന സുന്ദരവും ലോകപ്രശസ്തവുമായ നാമമായി പരിണമിച്ചു എന്നതുമാണ് ഈ പേരിന് ആധാരമെങ്കിലും ഈ വനമേഖലയിൽ കാണുന്ന സിംഹവാലൻ കുരങ്ങിന്റെ മെക്കാക്ക സ്വിലീനസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് സൈലന്റ് വാലി എന്നും അഭിപ്രായമുണ്ട്. ബ്രിട്ടീഷ് സർക്കാരിന്റെ CE 1909 ഒരു ഭൂപടത്തിൽ സൈലന്റ് വാലി എന്ന് ഉപയോഗിച്ചിട്ടുമുണ്ട്. നിശബ്ദ തായ്വര എന്ന അർത്ഥത്തിൽ ഈ പേരിന്റെ ഉറവിടം കണ്ടെത്തുന്നവരുണ്ടെങ്കിലും ഇവിടെ ചീവീടുകളുടേതടക്കം നാനാജാതി പക്ഷികളുടെയും പ്രാണികളുടെയും മൃഗങ്ങളുടെയും കോലാഹലങ്ങളാൽ ശബ്ദമുഖരിതമായ ഈ വനത്തിന് ആ അർത്ഥം ഒരിക്കലും ഉത്തമമല്ല. ഇതു സംബന്ധമായ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കുമെന്ന് കരുതുന്നു. സൈലന്റ് വാലിയുടെ ഖ്യാതിക്ക് ഇടയാക്കിയ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് പരിശോധിക്കാം. 89 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ളൂ എന്നതിനാൽ
ദേശീയോദ്യാനങ്ങളിൽ താരതമ്യേന ഇത് ചെറുതാണെങ്കിലും നീലഗിരി പീഠഭൂമിയുടെ തെക്കുഭാഗത്ത് പാലക്കാടൻ സമതലങ്ങളുമായി ചേർന്നാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2384 മീറ്റർ ഉയരവും 20.2 സെൽഷ്യസ് മുതൽ 39 സെൽഷ്യസ് വരെ ചൂടും രേഖപ്പെടുത്താറുള്ള ഇവിടെ ഇപ്പോൾ വർഷത്തിൽ 8 മാസത്തോളം ഭാഗികമായി മഴ പെയ്യാറുണ്ടെങ്കിലും താരതമ്യേന ഇവിടെ മഴ കുറവാണെന്ന് പറയാം. സിംഹവാലൻ കുരങ്ങ്, കരിങ്കുരങ്ങ്, കുട്ടിത്തേവാങ്ക്, കടുവ, പുള്ളിപ്പുലി, അരയൻ, പൂച്ച, ചെറുവെരുക്, തവിടൻ വെരുക്, കാട്ടുപട്ടി, പാറാൻ, കരടി, മ്ലാവ്, പുള്ളിമാൻ, കൂരമാൻ, ആന എന്നീ മൃഗങ്ങളും വിവിധ പാമ്പുകളും കുറുച്ചെവിയൻ മൂങ്ങ, തവളയാൻ കിളി, ഷഹീൻ പ്രാപ്പിടിയൻ, മലമുഴക്കി വേഴാമ്പൽ എന്നീ പക്ഷികളും 400ഓളം നിശാശലഭങ്ങളും 100ഓളം ചിത്രശലഭങ്ങളും ഇവിടെ അധിവസിക്കുന്നു. അതിലുമുപരി കുർഗ് കുന്നുകളിൽ നിന്നും പശ്ചിമ കിഴക്കൻ ഭാഗങ്ങളിൽ നിന്നുമുള്ള ചിത്രശലഭങ്ങളടക്കം അലബഡ്രോസ് ഇനത്തിലെ ആയിരക്കണക്കിന് ചിത്രശലഭങ്ങളും സൈലന്റ് വാലിയിലേക്ക് കുടിയേറുകയും സീസണിന്റെ അവസാനത്തോടെ ഇവിടെ നിന്ന് തിരിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഇന്ത്യയിലെ അത്യപൂർവം ചിത്രശലഭങ്ങളുടെയും മറ്റനേകം ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രങ്ങളിൽ ഒന്നാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ജന്തുജാലങ്ങളുടെ മാത്രമല്ല 108 ഇനം ഓർക്കിഡുകളടക്കം 966 ഇനം പുഷ്പിക്കുന്ന ചെടികളുമടക്കം 1000-ലധികം സസ്യവംശങ്ങളും ആണിപോലും കയറാത്ത അപൂർവ വൻമരങ്ങളുമടങ്ങുന്നതാണ് ഈ പ്രദേശം. ഇവിടെ ഇടയ്ക്കിടെ പുതിയ ചെടികളെയും പക്ഷി ജന്തുജാലങ്ങളെയും കണ്ടെത്താറുള്ളത് പ്രദേശത്തിന്റെ പ്രത്യേക പാരിസ്ഥിതിക പ്രാധാന്യത്തിനുള്ള പ്രധാന തെളിവാണ്. കാട്ടുകടുവയടക്കം ശ്രീലങ്കയിൽ മാത്രം കണ്ടുവരുന്ന 2 ഇനം ചെടികളും തവളയാൻ കിളി എന്ന അത്യപൂർവം പക്ഷിയും IUCN ചുവന്ന പട്ടികയിൽ വംശനാശാമുഖത്വം മൂലം സ്ഥാനം പിടിച്ച സൈലന്റ് വാലിയിൽ കണ്ടുവരുന്ന സിംഹവാലൻ കുരങ്ങും കരിങ്കുരങ്ങുമെല്ലാം ഈ പ്രദേശത്തെ ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റിയിട്ടുണ്ട്. 22 കിലോമീറ്റർ ദൂരം കാട്ടിലൂടെ ശുദ്ധവായു ശ്വസിച്ച് സഞ്ചരിക്കാനാകുന്ന കേരള ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഈ വനത്തിൽ 30 മീറ്റർ ഉയരമുള്ള ഒരേ സമയം 12 പേർക്ക് കയറാവുന്ന വാച്ച് ടവറിലെ നീണ്ട വനമേഖല അതിശയകരമായ ദൃശ്യ സൗന്ദര്യമൊരുക്കുന്നതാണ്. സ്വന്തം വാഹനങ്ങൾ ഉപയോഗിച്ചോ KSRTCയുടെ പ്രത്യേക ബഡ്ജറ്റ് ടൂറിസം വഴിയോ കവാടത്തിനടുത്ത് വരെ എത്തി കേരള ടൂറിസം വകുപ്പിന്റെ ഗൈഡുകളോട് കൂടിയ ജംഗിൾ സഫാരി ബസും ജീപ്പും വഴി ഇതിനകത്തെ ജൈവ വൈവിധ്യങ്ങളടങ്ങുന്ന മ്യൂസിയവും മറ്റു ദൃശ്യങ്ങളും വീക്ഷിക്കാനും ആസ്വദിക്കാനും സൗകര്യമുണ്ട്. ഈ വീഡിയോ പ്രിയ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും പഠനാർഹമായ ധാരാളം വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുമെന്ന് കരുതുന്നു. നന്ദി.